പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് പുതിയ പാലത്തിനു സമീപം ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം പിൻവലിച്ചു. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തുൾപ്പെടെ സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ഒരു മാസത്തോളമായി തുടർന്നിരുന്ന നിയന്ത്രണം അധികൃതർ നീക്കിയത്. സുഗമമായ വാഹന സഞ്ചാരം ഉറപ്പാക്കാൻ അടുത്ത 2 ദിവസം കൂടി പോലീസ് പ്രദേശത്ത് ട്രാഫിക് നിയന്ത്രിക്കുമെന്നും അതിനുശേഷം റോഡിലെ താൽക്കാലിക ഡിവൈഡറുകൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ മാസം 25-ന് പുതിയ പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനായി മണ്ണെടുക്കുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി മണ്ണിടിച്ചിൽ ഉണ്ടായത്. റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് യാത്രാക്ലേശം ഒഴിവാക്കാൻ താൽക്കാലികമായി റൂട്ട് തിരിച്ചുവിടുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി പാലക്കാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളെ ലക്കിടി മംഗലം വഴിയും കുളപ്പുള്ളി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളെ വാണിയംകുളം കോതകുറിശി വഴിയുമായിരുന്നു തിരിച്ചുവിട്ടിരുന്നത്. ഈ നിയന്ത്രണങ്ങളെല്ലാം നീക്കിയതോടെ വാഹനങ്ങൾ വീണ്ടും പഴയപടി പ്രധാന പാതയിലൂടെ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അതേസമയം പുതിയ പാലത്തിന്റെ പണികൾ മഴയ്ക്ക് മുൻപായി പൂർത്തിയാകില്ലെങ്കിലും പാലത്തിന്റെ പ്രധാന ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള ജോലികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത മാസം പകുതിയോടെ കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തിയാക്കാനാണ് നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന മഴയുടെ ശക്തി കുറയുന്ന മുറയ്ക്ക് അപ്രോച്ച് റോഡിന്റെ ബാക്കി നിർമ്മാണം കൂടി വേഗത്തിൽ പൂർത്തിയാക്കും. വരും മാസങ്ങളിലെ മഴക്കാലത്തിനു ശേഷം പാലം പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. സ്കൂളെല്ലാം ഓപ്പൺ ആവാനായില്ലേ? സോ എല്ലാവരും സ്കൂളിലുള്ള പർച്ചേസിംഗിലായിരിക്കും. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഒറ്റപ്പാലുള്ള റോയൽ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. സോ ഇവിടെ സ്കൂൾ ബസാർ തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട, ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റ്.